നമസ്കാരം. കെ ന്യൂസിൻ്റെ വാക്ക് വിത്ത് കാൻഡിഡേറ്റ് എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളുള്ളത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തൃത്താല ഡിവിഷനിൽ മത്സരിക്കുന്ന UT താഹിറാണ്. UT താഹിറിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നത്. എങ്ങനെയുണ്ട് പ്രചാരണ പരിപാടികളൊക്കെ? പ്രചാരണ പരിപാടിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ മത്സര മേഖലയിൽ ആദ്യമായിട്ടാണ് ആദ്യം തന്നെ ബ്ലോക്കിലേക്കാണ് പാർട്ടി അവസരം തന്നത്. അപ്പോൾ അത് തൃത്താല ബ്ലോക്കിലെ തൃത്താല ഡിവിഷനിലേക്ക് 6ാം നമ്പർ ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. അതിൽ 9 വാർഡുകളാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഞാങ്ങാറ്റൂർ മേഖലയാണ് കൂടുതലായിട്ട് നമ്മളെ വാർഡുകൾ വരുന്നത്. മാട്ടായ, PK കടവ്, തൃത്താല, ഞാങ്ങാറ്റൂർ. അതിലിപ്പോൾ പ്രധാനമായിട്ട് ഞാനിപ്പോൾ ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മുണ്ടനാട് കോളനി പറഞ്ഞ ഒരു കോളനി ഉണ്ട് ഇവിടെ. ഇപ്പോൾ നിലവിൽ 8ാം വാർഡിലാണ്. അവിടെ 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ വർഷങ്ങളായിട്ട് അവരുടെ ആവശ്യം കുടിവെള്ള പ്രശ്നമാണ്. അതുപോലെ തന്നെ അവരുടെ വീടുകളിലേക്കുള്ള പോകുന്ന വഴി, നമ്മളെ മണ്ഡലത്തിൽ നമ്മളെ പഞ്ചായത്തിലൊക്കെ ഇത്രയും ദുസ്സഹമായ വഴികളുണ്ടെന്ന് ഞാനിപ്പോൾ 2 ദിവസം മുന്നേ അവിടെ ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് അത് കാണാനും അവരോട് അതിൻ്റെ ഇതൊക്കെ അറിയാനും സാധിച്ചത്. അത്ര ഒരാൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള വഴികൾ ഇന്നും നമ്മൾ തൃത്താല പഞ്ചായത്തിലുണ്ട്. അതിപ്പോൾ കഴിഞ്ഞതിൽ 2 തവണ തൃത്താല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ വിജയിച്ചു വന്നിരുന്ന ഒരു വാർഡാണ് ഈ മുണ്ടനാട് കോളനി എന്നുള്ളത്. ഇപ്പോൾ അത് 8ാം വാർഡിലേക്ക് മാറിയിട്ടുണ്ട്. മുൻകാലങ്ങൾ അത് 6ാം വാർഡിലായിരുന്നു. അത് വർഷങ്ങളായിട്ട് അവിടെ CPMന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ മെമ്പർമാരാണ് അവിടെ ജയിച്ചു വന്നിട്ടത്. അവിടുത്തെ ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു മാറ്റം വരണം തന്നെയാണ് അവർ പറയുന്നത്. ഞാനേറെ വൈകിയാണ് അവരുടെ അടുത്ത് പരിചയപ്പെടാൻ ചെന്നത്. പക്ഷെ അവരൊക്കെ ആ മുഖത്ത് കാണുന്ന ഒരു പ്രതീക്ഷയുണ്ട്. നമ്മളൊക്കെ ചെന്ന് നോക്കുമ്പോൾ, പുതുതായിട്ട് ഞാനൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു പ്രതീക്ഷ, UDFന്റെ ഭരണസമിതി അല്ലെങ്കിൽ ഈ LDFന്റെ ഭരണസമിതിയെ മാറ്റി ഒരു പുതിയ ഭരണസമിതി അവിടെ കൊണ്ടുവന്നുള്ള അവരുടെ മുഖത്ത് ഏറെ പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ ഞാങ്ങാറ്റൂർ ഈ പള്ളിയുടെ പുറകുവശം നിലവിൽ 11ാം വാർഡാണ്, കഴിഞ്ഞതിൽ 8ാം വാർഡാണ്. അതും ഈ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് CPMന്റെ നേതൃത്വത്തിലുള്ള മെമ്പർമാരും ഭരണസമിതി അംഗങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെയും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ നമ്മുടെ UDFന്റെ ഭാഗമായിരുന്ന KV ഖദർ സാഹിബ് കൊടുന്ന കുടിവെള്ള ഒരു പദ്ധതി ഉണ്ട്. അത് മെയിൻറ്റെയിൻസ് ചെയ്യാൻ പോലും അവർ ഇപ്പം നിലവിലുണ്ടായിരുന്ന മെമ്പറോ അതുപോലെ തന്നെ ഭരണസമിതിയോ തയ്യാറാവുന്നില്ല. അവർക്കും ഏറെ പറയാനുള്ളത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നാം മനസ്സിലാക്കിയത് ഈ മേഖലയിൽ ഓരോ കോളനിയും എടുത്ത് നോക്കുമ്പോൾ അവർക്കൊക്കെ ശാശ്വതമായ ഒരു കുടിവെള്ള പരിഹാരം നിർബന്ധമായ ഒരു ആവശ്യമായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അവസരം തന്നാൽ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിയുന്ന രൂപത്തിൽ അവർക്ക് ആദ്യമായിട്ട് കുടിവെള്ളവും അതുപോലെ തന്നെ വഴി സൗകര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ചെയ്തു കൊടുക്കാന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് അവർ നിന്ന് പോന്നിട്ടുള്ളത്. 5 വർഷമായിട്ട് അവിടെ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള കൃഷ്ണകുമാർ ആ വാർഡിന് ഒന്നും ചെയ്തിട്ടില്ല, ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്യേണ്ട 5 കൊല്ലമായിട്ട് തെരഞ്ഞെടുത്ത് എന്തെങ്കിലും വാഗ്ദാനം പറയാന്നല്ലാതെ ഒരു പ്രവൃത്തി നടത്തിയിട്ടില്ല. അത് വലിയൊരു അത്ഭുതകരമായ, അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. മറ്റേ അടിത്തട്ട് മുതൽ മുടിത്തട്ട് വരെ അവരുടെ ഭരണ സംവിധാനമാണ്. എന്നിട്ട് പോലും അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അത്രയും ദയനീയമായ പരാജയമാണ് അവർ കഴിഞ്ഞ 5 കൊല്ലമായി ആ 11ാം വാർഡ് ചെയ്തത്. വോട്ടർമാരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ കഴിയുമെന്നാണ് UT താഹിർ പറയുന്നത്. തൃത്താല ബ്ലോക്കിലേക്ക് തൃത്താല ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷക്കൊത്ത് ഈ നാട് ഉയരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്നാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത കെ ന്യൂസിൻ്റെ വാക്ക് വിത്ത് കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത UT താഹിറിന് എല്ലാവിധ അഭിനന്ദനം നേരുന്നു, എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.